ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, എല്ലാവരും 7th കഴിഞ്ഞ് 8th CBSE അല്ലെ? വീട്ടിൽ നിന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അച്ഛനും അമ്മയൊക്കെ. വലിയ കുട്ടിയായി, ചെറിയ കുട്ടിയൊന്നല്ല, ഇപ്പോൾ വലിയ കുട്ടിയായി. 2 കൊല്ലം കഴിഞ്ഞാൽ 10th ക്ലാസ്സിലെത്തി, 10th CBSE എത്തി. ഇപ്പോൾ നല്ലോണം പഠിച്ചു തുടങ്ങണം, കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കണം എന്നൊക്കെ ഉപദേശിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ നിങ്ങൾ മാത്സിന്റെ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റാഷണൽ നമ്പേഴ്സ്. എന്തൊക്കെ കാര്യങ്ങൾ അതിലുള്ളത് അല്ലേ? കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ മക്കളെ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതാണ് സൈലം എന്നും പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതാണോ അതൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്കിൽ ക്ലാസ് ഡെലിവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്കറിയാം, യോധ ബാച്ച് എന്ന് പറയുന്നത് സൈലത്തിന്റെ ക്ലാസ് 8 CBSE പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്. അതായത് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ PC ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അല്ലാത്തവർക്ക് ഫോണിലാണെങ്കിൽ ഫോണിൽ ആപ്ലിക്കേഷൻ ആണുള്ളത്. സോ ഈ ഒരു യോധ ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് എന്നീ സബ്ജക്ട്സിന്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സിനാണ് ക്ലാസ്സസ് ഉണ്ടാവുക. എസ്പെഷ്യലി മാത്സിനൊക്കെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ ഡെയിലി 1.5 hour ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് കാണാം. ഒരു ദിവസം ക്ലാസ് മിസ്സായി പോയാലും കുഴപ്പമില്ല, ആ ക്ലാസ് അവിടെ ഉണ്ടാവും. ആപ്പിൽ നിങ്ങൾക്ക് പോയി നോക്കി എപ്പോൾ വേണമെങ്കിലും ഈ കൊല്ലം അവസാനിക്കുന്നത് വരെ ആ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പോൾ സ്കൂളിൽ നമ്മളൊരു ക്ലാസ് മിസ്സായി പോയാൽ എന്താ ചെയ്യുക? ഒന്ന് പോയി പിന്നെ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കണം, വേറെ എവിടെയും പോയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു, നിങ്ങൾക്ക് പനിയായിരുന്നു എന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? പിറ്റേന്ന് ആ ക്ലാസ് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങളൊന്നും നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സൈലത്തിലെ ഫാക്കൽറ്റീസിനെ പറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ്, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്. നമ്മുടെ ലൈവ് ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് ചോദിക്കാം. അപ്പോൾ തന്നെ ടീച്ചർ ലൈവായിട്ട് അതൊക്കെ സോൾവ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടായിരിക്കും. ഒരു ഇന്ററാക്റ്റീവ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു കേട്ടും കൊണ്ടായിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതോടൊപ്പം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റും ഉണ്ടാവും. അതിന്റെ ആൻസർ കീ ഡിസ്കഷനും നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ആപ്പിൽ കഴിഞ്ഞ ഉടനെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ എക്സാമിനേഷൻ ഉണ്ടാവും. ആപ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. അതിന്റെ ആൻസർ കീ ഡിസ്കഷനും അതിൽ തന്നെ ഉണ്ടാവും. കൃത്യമായിട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ലൈഡ്സും നോട്ട്സും, അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാം റാഷണൽ നമ്പേഴ്സ്. ഓക്കെ മക്കളെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നുണ്ടല്ലോ. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആപ്പിൽ കിട്ടും. നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 10th CBSE ബോർഡ് എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഞങ്ങൾ 8th ക്ലാസ്സാണല്ലേ, അങ്ങനെയല്ല പറയട്ടെ, 10th CBSE ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് 20 MCQs, 20 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQs ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിലാണ് പല കുട്ടികളും കാലിടറി വീഴാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളുകളിലും 9th 8th ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ MCQs ഉണ്ടാവും. അതായത് സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ അതിൽ അവർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഡെയിലി ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് 5 MCQs വെച്ച് നിങ്ങളുടെ ആപ്പിൽ കിട്ടും. അതായത് ഞാനിപ്പോൾ ഒന്ന് റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആപ്പിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 MCQs, ഞാൻ എടുത്ത ടോപ്പിക്കിൽ 5 MCQs കാണാം. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നമ്മൾ കിസ്സൊക്കെ അറ്റൻഡ് ചെയ്യൂലേ, ശരിയാണോ? മറ്റേ പണ്ടൊരു പരിപാടിയിലായിരുന്നോ സുരേഷ് ഗോപിന്റെ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു കറക്റ്റ് ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഇടുന്ന പരിപാടി, അതേ സംഭവം. നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന്, ശരിയാണെങ്കിൽ ഗ്രീൻ കളർ കാണിക്കും, തെറ്റാണെങ്കിൽ താഴെ വേറെ കളർ കാണിക്കും. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിസൾട്ട്, നമ്മുടെ ഒരു ടോട്ടൽ പെർഫോമൻസ് കാണിക്കും. അതായത് നമ്മൾ എത്ര സമയം കൊണ്ട് ആ ഒരു MCQs ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, അതേപോലെ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായി, എത്ര ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി, അങ്ങനെ എല്ലാം നമ്മുടെ പെർഫോമൻസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കും. അതായത് MCQsന്റെ കാര്യത്തിൽ പിന്നെ നമുക്കൊരു പേടിയും വേണ്ട, അത് മാത്രം മതി. പിന്നെ നമുക്കുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമ്മൾ ഓരോ ടേം കഴിയുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. പബ്ലിക് എക്സാമിന്റെ നിങ്ങളെ ആനുവൽ എക്സാമിന്റെ മുന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറലി ടൈം എക്സാംസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 2499 rupees.
വെറും 2499 റുപ്പീസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു സബ്ജക്റ്റിനാണോ? അല്ല, എല്ലാ സബ്ജക്റ്റിനും കൂടെ. ഒരു മാസത്തേക്കാണോ? അല്ല, ഒരു വർഷത്തേക്ക്. ഈ 8th CBSE മൊത്തത്തിൽ, ഈ ഒരു കൊല്ലം മൊത്തത്തിൽ നിങ്ങൾ ആകെ ഈ ഒരു എമൗണ്ട് മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ മക്കളെ, നമുക്ക് റാഷണൽ നമ്പേഴ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എണ്ണുന്ന നമ്പേഴ്സ്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ എണ്ണ എടുക്കാം. കുട്ടികളെ എണ്ണ എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറലി എങ്ങനെയാ എണ്ണുക? 1 2 3 4 5 അങ്ങനെയല്ലേ? അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 4 5 6 7 അങ്ങനെ പോകുന്നത്. അതിനെ റെപ്രസെന്റ് ലെറ്റർ ക്യാപിറ്റൽ N ആണ്. ആ ലെറ്റർ പഠിച്ചു വെക്കാട്ടോ, ക്യാപിറ്റൽ N. ഓക്കെ, സോ അത് എവിടെ വരെ പോവും? അതങ്ങനെ എന്താ പറയാ, അവസാനിക്കാണ്ട് അങ്ങനെ പോവും അല്ലേ? നമ്മൾ പറയും അനന്തമായിട്ട് പോവാന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷിൽ പറയും ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറയും. ഇൻഫിനിറ്റ് ആണ്, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലെ. അതായത് അത് അവസാനിക്കാണ്ട് അങ്ങനെ പോവാണ്. അതിന് വെറുതെ പേരാണ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എന്ന് പറയും. അപ്പൊ എന്താ, ഇൻഫിനിറ്റ് ആണ്, അവസാനിക്കുന്നില്ല അങ്ങനെ പറയും. സോ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ഒരു സീറോയും കൂടെ, ഐ മീൻ 1ന്റെ തൊട്ട് മുന്നിൽ ഒരു സീറോയും കൂടെ വന്നു കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആയിട്ട് മാറും. അതായത് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 എക്സെട്ര ആണ്. 0 1 2 3 4 5 6 7 8 9 10 എക്സെട്ര ആണ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ ഹോൾ നമ്പേഴ്സ് അല്ലേ, W ആണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ? ആണ്, കാരണം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിലുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണോ? അല്ല, കാരണം 0 ഹോൾ നമ്പറാ, അത് നാച്ചുറൽ നമ്പേഴ്സിൽ ഇല്ല. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വരും. ഏത്? -1 -2 -3 എക്സെട്ര. അതുകൂടെ വന്നാൽ ഇൻഡിജേഴ്സ് ആയി. റെപ്രസെന്റ് ലെറ്റർ I അല്ല, Z ആണ്. Z അല്ലെങ്കിൽ C എന്നൊക്കെ നിങ്ങൾ പറയൂലേ, Z ആണ്. ഓക്കെ, ഞാൻ Z എന്നേ പറയുള്ളൂ, Z ആണ്. അപ്പോൾ അതെന്താ, 0 ഉണ്ടാവും, പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 5 6 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 എക്സെട്ര. ഓക്കെ, അതാണ് ഇൻഡിജേഴ്സ്. നെക്സ്റ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം റാഷണൽ നമ്പേഴ്സ്. ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ തൊട്ട് ബാക്കിയാണ് 9th നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റംസ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്പർ സിസ്റ്റംസ് പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നമ്പർ സിസ്റ്റംസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ചാപ്റ്ററും പോകും, അടുത്ത പോലത്തെ നമ്പർ സിസ്റ്റംസും പോകും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, സോ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ ഏതോ ഒരു നമ്പർ, ആ നമ്പർ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ, P/Q ഫോമിൽ ഉള്ള നമ്പർ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? അതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. കണ്ടീഷൻ ഉണ്ട്, 2 കണ്ടീഷൻ ഉണ്ട്. ഈ പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതിന് വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, Q ഒരിക്കലും 0 ആവരുത്. Q not equal to 0, അടിയിൽ 0 വരാൻ പാടില്ല. അതായത് ഒരു നമ്പർ നമുക്ക് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ഒരു സാധനം ഡിവൈഡ് ബൈ മറ്റൊരു സാധനം എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. ആൻഡ് ആ 2 സാധനങ്ങളും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ആൻഡ് അടിയിൽ 0 വരരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. സെറ്റല്ലേ മക്കളെ? ഓക്കെ, സോ ശ്രദ്ധിക്കാം. വൈ ഡു വി ഇൻസിസ്റ്റ് ദാറ്റ് Q not equal to 0? എന്തുകൊണ്ടാണ് നമ്മൾ ഈ അടിയിൽ 0 വരരുതെന്ന് പറയുന്നത്? 0 വരരുതെന്ന് പറയാനുള്ള കാരണം എന്താ? അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 / 0 ക്യാൻസർ ഉണ്ടോ? 4/0 ക്യാൻസർ ഉണ്ടോ? ഇല്ല. 5/0 ക്യാൻസർ ഉണ്ടോ? ഇല്ല. 1/0 ക്യാൻസർ ഉണ്ടോ? ഇല്ല, ഉറപ്പായിട്ടില്ല. കാരണം ഇപ്പം നമുക്കറിയാം 4/4 വേണ്ട, 12/3 എന്ന് പറഞ്ഞാൽ 4 അപ്പം 3 × 4 ചെയ്താൽ 12 കിട്ടണം അല്ലേ? എന്നാൽ നിങ്ങൾ ഇവിടെ എഴുതി വെക്കും 5/0 0 ആണെങ്കിലോ 0 × 0 0 കിട്ടേണ്ടത്, പക്ഷെ ഇവിടെ ഉള്ളത് 5 ഇനി 5 ആയിരിക്കോ? 5 ആണെങ്കിൽ 5 × 0 5 0 ആയി കിട്ടേണ്ടത്, പക്ഷെ ഇവിടെ 5 അപ്പോൾ ഇവിടെ നമ്മൾ ഏത് നമ്പർ എഴുതിയാലും അതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 5 കിട്ടൂല. വിച്ച് മീൻസ് അതിന് ആൻസർ ഇല്ല, ആൻസർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ ഉണ്ടാവില്ല, അതിന് ആൻസർ എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ വെച്ചത് Q not equal to 0, അതായത് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, സിമ്പിൾ. സോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം, പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം, ഡിനോമിനേറ്റർ 0 ആവരുത്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? -3 / 4 റാഷണൽ നമ്പർ ആണോ? ആണ്. കാരണം എന്താ? P/Q ഫോമിലാണ്. പിയും ക്യൂവും -3ഉം 4ഉം ഇൻഡിജേഴ്സ് ആണ്. 2 ഇൻഡിജേഴ്സാ, -3ഉം 4 ഇൻഡിജേഴ്സ് അല്ലേ? ആണ്. ഡിനോമിനേറ്ററിൽ 0 ആണോ? അല്ല, 4 ആണ്. അപ്പോൾ സെറ്റാണ്, റാഷണൽ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ 2 3 -6 റാഷണൽ നമ്പേഴ്സ്? ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ ആണോ മക്കളെ? 2 എന്ന് പറയുന്നത് P/Q എന്ന ഫോമിലല്ലോ. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? P/Q ഫോമിൽ നമ്മൾ കാണണമെന്നില്ല, പക്ഷെ ഒരു നമ്പർ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റിയാൽ മതി. 2നെ നമുക്ക് 2/1 എന്ന് എഴുതിക്കൂടെ?
2/1 എന്ന് പറഞ്ഞാൽ എന്ത് ഫോമാ? P/Q ഫോമാണ്. 2ഉം 1ഉം ഇൻഡിജേഴ്സ് ആണ്, മേലുള്ളതും താഴുള്ളതും ഇൻഡിജേഴ്സ് ആണ്, താഴെ 0 അല്ല. അപ്പൊ കണ്ടീഷൻസ് ഒക്കെ 2 കണ്ടീഷനും സെറ്റ് ആണ്. അപ്പൊ എന്താ? റാഷണൽ ആണ്. 3യോ? 3ന് എനിക്ക് 3/1 എന്ന് എഴുതിക്കൂടെ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനം, റാഷണൽ ആണ്. -6ഓ? -6ന് എനിക്ക് -6/1 എന്ന് എഴുതിക്കൂടെ? നോക്ക്, പിയും ക്യൂവും രണ്ടും ഇൻഡിജേഴ്സ് ആണ്, ഡിനോമിനേറ്ററിൽ 0 അല്ല, 1 ആണുള്ളത്, സെറ്റ് ആണ്, റാഷണൽ ആണ്. 3ഉം റാഷണൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 0 എ റാഷണൽ നമ്പർ? 0 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണോ? ആലോചിച്ചു. 0 നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഒബ്വിയസ്ലി 0 എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 0/1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0/5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0/10 എന്ന് എഴുതാം, എങ്ങനെ വേണം എഴുതാം. അപ്പൊ ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് അല്ലേ? ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് അല്ലേ? നോക്ക് നിങ്ങൾ, 0/1, വായിച്ചു ഇല്ലേ? 0/1 നോക്ക്, മേല ഒരു ഇൻഡിജർ, താഴെ ഒരു ഇൻഡിജർ അല്ല. അപ്പൊ സാറ് പറഞ്ഞില്ലേ 0 വരരുതെന്ന്? ഞാൻ എവിടെ 0 വരരുതെന്നാ പറഞ്ഞത്? അടിയില് ഡിനോമിനേറ്ററിൽ 0 വരരുതെന്നല്ലേ പറഞ്ഞത്? ന്യൂമറേറ്റർ വന്നാൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ റാഷണൽ ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടോപ്പിക് ശ്രദ്ധിക്കാം. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാ. അപ്പൊ എഴുതാൻ പറ്റാത്തതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറാഷണൽ നമ്പേഴ്സ്. P/Q ഫോമിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √3 ഒരു ഇറാഷണൽ നമ്പറാണ്, √3 ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഈ ഇറാഷണൽ നമ്പേഴ്സിനെയും റാഷണൽ നമ്പേഴ്സിനെയും, ഇറാഷണൽ നമ്പറിനെ റാഷണൽ നമ്പറിനെ കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, അതിന്റെ ഒരുമിച്ച് വിളിക്കുന്ന പേര് മീൻസ് അതിന് എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മൾ പറയും റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, ഇറാഷണൽ നമ്പേഴ്സും ഉണ്ടാവും. റാഷണൽ നമ്പേഴ്സിനെ ഇറാഷണൽ നമ്പേഴ്സിനെ ഒക്കെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ റാഷണലും ഉണ്ടാവും, ഇറാഷണലും ഉണ്ടാവും. റാഷണലിൽ എന്തൊക്കെ ഉണ്ടാവും? റാഷണലിൽ 2/3, 7/8, 3/4, 9.45, 4.5 അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അതേകൂടെ തന്നെ എല്ലാ ഇൻഡിജേഴ്സും റാഷണൽ നമ്പർ ആണല്ലോ. എല്ലാ ഇൻഡിജേഴ്സും -2 ഒരു ഇൻഡിജർ ആണ്, അത് റാഷണൽ അല്ലേ? -2/1 എന്ന് എഴുതിക്കൂടെ? ഇവിടെ നോക്കുക, √49 എന്ന് പറഞ്ഞാൽ എന്താ? 7 അല്ലേ? 7 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജർ അല്ലേ? 7/1 എന്ന് എഴുതാലോ. അപ്പൊ റാഷണൽ ആണ്. അപ്പൊ എല്ലാ ഇൻഡിജേഴ്സും റാഷണൽ ആണ്. അപ്പൊ എല്ലാ ഹോൾ നമ്പേഴ്സും ഇൻഡിജർ ആണ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. അതാ സർക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഹോൾ നമ്പേഴ്സിന്റെ അകത്താണ് നാച്ചുറൽ നമ്പർ വരുന്നത്. കാരണം എന്താ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പർ ആണല്ലോ. ഓക്കെ, ഇൻഡിജേഴ്സിന്റെ ഉള്ളിലാണ് ഹോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ? എല്ലാ ഹോൾ നമ്പേഴ്സും ഇൻഡിജേഴ്സ് ആണല്ലോ. എല്ലാ ഇൻഡിജേഴ്സും റാഷണൽ നമ്പേഴ്സാ. അതുകൊണ്ടാണ് റാഷണൽ നമ്പേഴ്സിന്റെ ഉള്ളിൽ ഇൻഡിജേഴ്സിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇതൊന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. മനസ്സിലായല്ലോ? നേരെ തിരിച്ചു വരില്ല. എല്ലാ റാഷണൽ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല. എല്ലാ ഇൻഡിജേഴ്സും നാച്ചുറൽ നമ്പർ അല്ല. എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ അല്ല. എന്നാൽ നേരെ തിരിച്ച് എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറാ, എല്ലാ ഹോൾ നമ്പറും ഇൻഡിജറാ, എല്ലാ നാച്ചുറൽ നമ്പറും ഇൻഡിജറാ, എല്ലാ നാച്ചുറൽ നമ്പറും റാഷണൽ നമ്പറാ, എല്ലാ ഹോൾ നമ്പറും റാഷണൽ നമ്പറാ, എല്ലാ ഇൻഡിജറും റാഷണൽ നമ്പറാ. ക്ലിയർ ആയല്ലോ? ഇനി ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് √10, പൈ എക്സാമ്പിൾ ആണ്, √2, √3. അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 22/7 അല്ലേ? അത് റാഷണൽ അല്ലെന്ന് വിചാരിക്കും. പൈന്റെ എക്സാക്ട് വാല്യൂ അല്ല 22/7, പൈന്റെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് 22/7. അതുകൊണ്ട് തന്നെ 22/7 റാഷണൽ ആണ്, പക്ഷെ പൈ ഇറാഷണൽ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ മക്കളെ, ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക്സ് നമ്മൾ അതിഗംഭീരമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനിയും യോധ ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം.